ചെറിയ കുട്ടികളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ദേഷ്യപ്പെടണം, ആവശ്യമുള്ള സമയത്ത് ദേഷ്യപ്പെടണം. പക്ഷെ അവരുടെ ലെവലിൽ നിന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളിപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ്. നമ്മളെക്കാൾ വലിയൊരു മനുഷ്യൻ നമ്മളടുത്ത് വന്നിട്ട് ഒച്ചയിട്ട് പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് എന്തായിരിക്കും? നമ്മുടെ കുട്ടികളോട് ദേഷ്യപ്പെടുമ്പോൾ അവരുടെ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുക. അവരുടെ ഹൈറ്റിനനുസരിച്ചോ അല്ലെങ്കിൽ താഴ്ന്നു നിന്നോ അവരോട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവർ നമ്മളെ പേടിക്കും. ഇപ്പോൾ ചിലർ അഭിമാനത്തോടെ പറയുന്ന കേൾക്കാം, എൻ്റെ പേര് കേട്ടാൽ തന്നെ അവന് പേടിയാണെന്ന്. എന്താണ് ഈ പേടി? ഈ പേടിയാണ് അവരുടെ മനസ്സിൽ സർപ്രസ്ഡ് ആങ്കർ ആയിട്ട് നിലനിൽക്കുന്നത്. പിന്നെ എന്ത് സംഭവിക്കും? ഈ കുട്ടി വലുതായി അവരുടെ ഭാര്യയോടോ ഭർത്താവിനോടോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോടോ അവരുടെ ക്ലോസ് ആയിട്ടുള്ള ആരോട് വേണമെങ്കിലും ഈ ഉള്ളിൽ കിടക്കുന്ന ദേഷ്യം അവർ തീർത്തേക്കാം. ഇതുവഴി നല്ല നല്ല ബന്ധങ്ങളെയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കുട്ടികളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അവരെ ശിക്ഷിക്കാനാണോ അതോ നമ്മുടെ ദേഷ്യം തീർക്കാനാണോ ഇത് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ഈഗോയും ഫ്രസ്ട്രേഷൻസും ഒക്കെ നമ്മൾ തീർക്കുക കുട്ടികളുടെ മേലിലായിരിക്കും. എല്ലാവരും എന്നല്ല, പക്ഷെ നമ്മളിൽ പലരും ഇത് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ കുട്ടികളെ ശിക്ഷിക്കുന്നത് നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ തിരുത്താൻ വേണ്ടി ശിക്ഷിക്കുന്നതും നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി ശിക്ഷിക്കുന്നതും രണ്ടും രണ്ടാണ്. ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്, എന്നാലും ശ്രദ്ധിച്ചാൽ നല്ലതാണ്. English House Junior